അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. നമ്മളിതാ ഇന്ന് നമ്മുടെ വ്ളോഗിൻ്റെ ഫസ്റ്റ് നമ്മൾ കുറച്ച് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന വ്ളോഗൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ ജിമ്മൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. കുറേ കാലമായില്ലേ. അപ്പോൾ ഈവനിങ് ആണ് ഇപ്പോൾ ഞാനും മോനും ജിമ്മിലോട്ട് പോകുന്നത്. ഒരു 7:10 കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും. മഹരിബി ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ നടന്ന് ജിമ്മിൻ്റെ അവിടെ വിട്ടെത്തി. ഏകദേശം 3/4 മണിക്കൂർ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട്. പിന്നെ 4 ഫ്ലോറ് മുകളിലാണ്. അതും കയറി അവിടെ എത്തുമ്പോഴത്തേന് ഒരു ഗതിയാവാറുണ്ട്. എനിക്ക് വേറെ വാമപ്പിൻ്റെ ആവശ്യമൊന്നും തോന്നാറേ ഇല്ല. എന്നാലും നമ്മളവിടെ പോയിട്ട് വാമപ്പ് ചെയ്യാറുണ്ട്. ഇത് ഹൈവേ ആണ് കേട്ടോ. അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് വാമപ്പ് ചെയ്യും. പിന്നെ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാർഡിയോ ചെയ്യാറുള്ളത് കേട്ടോ. ഫസ്റ്റ് വാക്കിംഗ് ചെയ്യാറുണ്ട് ട്രെഡ്മില്ലിൽ. ഒരു 10 to 12 മിനിറ്റൊക്കെ നടക്കും. 5.5 to 6 സ്പീഡിലാണ് കേട്ടോ ഞാൻ നടക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് നടന്ന ശേഷമാണ് പിന്നെ കാർഡിയോയിലോട്ട് പോവുക. പക്ഷേ എന്നും കാർഡിയോ ചെയ്യാറില്ല. ചെയ്യുന്ന ദിവസം അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ചെയ്യും. എന്നും എനിക്ക് കാർഡിയോ അവർ തരാറില്ല. അതാണ് മെയിൻ. ട്രെഡ്മില്ല് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയി ഇനി എന്താണ് കാർഡിയോ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലേ സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ചിലപ്പോൾ തല കറങ്ങി വീണാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഈ ഒരു സംഭവം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കില്ലേ, ഓടി തൊട്ട് കളിക്കുക. പക്ഷെ ഞാനത് ചെയ്യണ കാണിച്ചില്ല കേട്ടോ. ഒന്നാമത് വീഡിയോ എടുക്കാനൊരു ഞാൻ ട്രൈപോഡ് കൊണ്ടുപോയില്ല. പിന്നെ ആളുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ. പറഞ്ഞ എടുത്തു തരുമായിരിക്കും, പക്ഷേ എനിക്കെന്തോ ഒരു സംതിങ് ഇത്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഞാനും മോനും കൂടെ ഇരുട്ടത്ത് ഇങ്ങനെ നടന്ന് വരികയാണ്. നല്ലൊരു രസമാണ് കേട്ടോ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു വരുമ്പോൾ ഫ്രൂട്ട്സല്ല പഴവും വെജിറ്റബിളൊക്കെ മേടിക്കേണ്ടായിരുന്നു. സ്വീറ്റ് പൊട്ടാറ്റോ കണ്ടപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ജിമ്മിൻ്റെ വീഡിയോ ഈ ബ്ലോഗിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് വെക്കേണ്ടത്. പക്ഷേ ചില അങ്ങനെ ആൾക്കാർക്ക് ഇനിയിപ്പോൾ വീഡിയോ എടുത്താലല്ലേ കാണാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത്രയും വ്ളോഗ് കണ്ട് ലാസ്റ്റൊക്കെ പോയി കാണണ്ടേ. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുപോയി വെച്ചത്. ഇനിയിപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി. കാരണം എൻ്റെ ഡെയിലി ലൈഫാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. എൻ്റെ അതായത് എൻ്റെ വ്ളോഗ് സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് അറിയാം. എൻ്റെ വ്ളോഗ് ഏകദേശം ഡെയിലി ഒരേ റുട്ടീൻ പോകുന്ന ആളാണ്. പിന്നെ ലഞ്ച് ബോക്സ് റെസിപ്പി അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളിതാ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഓപ്പണാക്കി ബോട്ടിലിലോട്ടാക്കണം. അതുപോലെ ചായ വയ്ക്കണം, ചായ കുടിക്കണം, അങ്ങനെയൊക്കെ. ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ നല്ല വിശപ്പുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും കഴിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ജിമ്മിന് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ കഴിക്കും. ശരിക്കും എനിക്ക് ഭയങ്കര ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അവിടെ പോകുമ്പോൾ. നമ്മുടെ സ്കിന്നാണെങ്കിലും ഹെയർ ലോസ് ഇപ്പോൾ എനിക്കുണ്ട്. അതിന് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ചോദിക്കണം അവരോട്. അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു സന്തോഷമുള്ള ഏർപ്പാടാണ്. ഇടയ്ക്കൊരു മടിയൊക്കെ വരും, അയ്യോ ഒന്ന് പോകണോ വേണോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഓണ്. പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഭയങ്കര ഒരു ജാടക്കാരിയായിട്ട് തോന്നും എനിക്കറിയില്ല. കണ്ണാടിയിൽ എനിക്ക് എന്നെ നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ നിൽക്കുന്നത്. കാരണം മോനാണ് പിന്നെ കൂടെ ഉള്ളത്. പിന്നെ അങ്ങനെ ജിം പാർട്ട്നേഴ്സോ ഫ്രണ്ട്സോ ഒന്നും കാര്യമായിട്ടൊന്നുമില്ലല്ലോ. എന്നാലും ഇപ്പോൾ കുറച്ച് ആൾക്കാരിനെ ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചായ എല്ലാം കുടിച്ച ശേഷം, ചായ ആയിട്ടുണ്ട്, ഇനി അതെല്ലാം കുടിച്ച ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ പോവുക. കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ളതൊക്കെ നോക്കണം. ഞാൻ 2 സിപ്പ് ഇങ്ങനെ നിന്ന് കുടിച്ചുള്ളൂ. കാരണം എനിക്കിനി ഫോണെടുത്ത് അവിടെ പോയി വെച്ച് അയ്യോ വയ്യ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പുതിയ കുക്കർ എടുത്തിട്ടുണ്ട്, പ്രസ്റ്റീജിൻ്റെയാണ്. ഇത് 3 ലിറ്റർ കൊള്ളുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കടലക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുത്തത്. ഫസ്റ്റ് നമ്മൾ കടലക്കറിയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് വന്നു. ഞാൻ വാഷിങ്ങിനിട്ടിട്ട് പിന്നെ കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ലിക്വിഡും നമ്മൾ ഇന്ന് ഓപ്പണാക്കി.
1.5 മാസമൊക്കെ നമുക്ക് ഈ ലിക്വിഡ് വരും കേട്ടോ കറക്റ്റായിട്ട്. അവിടെ എന്തോ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ മുഖത്തത്തെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ എന്തോ സീരിയസ് മാറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതാ വേഗം വാഷിങ്ങിനൊക്കെ ഇട്ടു. ഇനി ലഞ്ച് ഉണ്ടാക്കണം. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് മോനിക്ക് കൊടുക്കണം വിചാരിച്ചിട്ടാണ്. പക്ഷേ അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയ സാധനം അയച്ചു കൊടുത്തു. എന്തൊക്കെയാലേ എന്ന് പറയുന്നത് മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണോ പഠിച്ചോനെ, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ലുലുവിൽ എത്ര പൊട്ടിച്ചു, നല്ലൊരു എമൗണ്ട് ആയി കാണുമല്ലേ, എത്രയായി, ഇക്കയാണോ ബിൽ പേ ചെയ്യാറ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇക്കയും ചെയ്യും വാപ്പയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇന്ന ആളെന്നെ ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇക്ക ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, വാപ്പ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. എനിക്ക് ആര് ചെയ്താലും പ്രശ്നമില്ല. എനിക്ക് നമ്മൾ പോകുന്നു, ചില സമയത്ത് നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് പോകും, ചില സമയത്ത് നമ്മൾ ബഡ്ജറ്റ് ഇടാണ്ട് പോകും. അങ്ങനെ പല പല രീതിയിലും പോവാറുണ്ട്. അപ്പോൾ കടലക്കറി കഴിഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വായിക്കാം അല്ലേ. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഇട്ട് പൊട്ടിച്ച ശേഷം കട്ട് ചെയ്ത് എല്ലാ ഐറ്റംസും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ ഉൾഭാഗം കാണുന്നില്ലേ പഠിച്ചോനെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീറ്റ് മസാലയാണ് ഞാൻ ഈ ഒരു കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, ചിക്കൻ മസാലയ്ക്ക് പകരം ഇപ്രാവശ്യം മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. തലേ ദിവസം കുതിർക്കാൻ വെച്ച കടല നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കിലോ കടല ഇവിടെ ഉണ്ട് കേട്ടോ. 2 നേരം നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തി കൊടുക്കുക. നമുക്കിവിടെ കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ നമ്മുടെ സ്റ്റൗവിലോട്ട് കൊണ്ടുവച്ചു. പിന്നെ ഒരു സംഭവം ഉണ്ട്, നമ്മുടെ വ്ളോഗിൽ വരുമ്പോൾ കാണാം കേട്ടോ. അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞ് നിങ്ങളെ ശരിയാക്കുന്നില്ല. ഒരു ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കുക. ഈ മൊമെൻറ്റിൽ എന്താണെന്ന് ഗസ് ചെയ്യണവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. 7 മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ബക്കറ്റിൽ ബാക്കിയുള്ളതൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ചങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയൊക്കെ തനിയെ കുതിർന്ന് സെറ്റായിക്കോളൂ കേട്ടോ. മോൻ അവിടെ ബുക്ക് എടുത്ത് വെക്കലും എക്സാമിൻ്റെ തിരക്കാണ്, അവനക്ക് പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പിന്നെ അതൊന്നും നോക്കാനുള്ള ക്ഷമയുമില്ല, സമയമില്ല പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ, പക്ഷേ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല. പിന്നെ എനിക്ക് അറിയൂല കേട്ടോ. 9th എത്തിയില്ലേ, ഉള്ളത് പറയാലോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെ പഠിപ്പിക്കാനൊക്കെ. ഇതാണ് പറയുന്നത്, നമ്മൾ നന്നായി പഠിച്ചിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുക്ക് കാണുമ്പോൾ തന്നെ ഒന്നാമത് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാ വർഷവും അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും പഠിയും. പക്ഷേ എപ്പോഴൊക്കെയോ എനിക്കത് വിട്ടുപോയി. കാരണം സമയം ഇല്ലാണ്ടായപ്പോൾ ഞാൻ അതിന്ന് മാറിപ്പോയത് കാരണമായിരിക്കാം, മേ ബി അങ്ങനെ കേട്ടോ. അല്ലാണ്ട് ഒട്ടും അറിയാത്തൊരു പേഴ്സൺ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഒന്നുകൂടി ഈസി ആയിരിക്കും എല്ലാം. പക്ഷേ ഒന്നാമത് ക്ഷമ ഭയങ്കര കുറവാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് വന്ന് തേങ്ങ ഉടച്ച് കഴിത്ത വെള്ളവും കുടിച്ച് ഞാൻ വേഗം തേങ്ങ ചിരവി എടുക്കുകയാണ്. പിന്നെ ഇതാ മോനിക്ക് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അവനക്കുള്ള 2 പുട്ടും ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ബാക്കി ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ചു. അങ്ങനെ നമ്മുടെ കടലക്കറി ഒരു 6-7 വിസിൽ അടുപ്പിച്ചു കേട്ടോ. ഞാൻ ഈസി കുക്കിലായതുകൊണ്ടാണ് അങ്ങനെ അടുപ്പിച്ചത്. കടലക്കറി വേഗം എടുത്തു. ഒന്നുകൂടെ കുറുകും കേട്ടോ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ അയാൻക്കുള്ള പുട്ടും കടലക്കറിയും റെഡിയായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ സ്കൂളിലേക്കും ഇത് തന്നെ ആക്കി കൊടുത്തത്. അത്യാവശ്യം കറി ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പുട്ടും റെഡിയാക്കി അവനക്കത് ഞാൻ ആക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ലഞ്ചും പാക്ക് ചെയ്തിട്ട് ഇനി അവനങ്ങ് പോകും കേട്ടോ. അതിനുശേഷം നമുക്ക് എന്താണ് കുറേ കമൻസ് ഉണ്ടല്ലോ, നോക്കിയാലോ. അപ്പോൾ ബില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ലുലുവിൽ വെച്ച് കണ്ടിരുന്നു, സംസാരിച്ചപ്പോൾ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ജിനി വീട്ടിൽ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്, അതുപോലെ ആവാൻ ഞാൻ നോക്കും, പക്ഷെ മടിയാവും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയുന്നുണ്ട്.
അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അത് നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. ഞാൻ പിന്നെ എനിക്കൊരു വർക്ക് ഉണ്ടെങ്കിൽ അത് വേഗം ആ ഒരു ടൈമിന് ചെയ്ത് തീർക്കുന്ന ഒരു പേഴ്സണാണ്. എനിക്ക് മടി വരുന്നത് വളരെ റെയറായിട്ടുള്ള സമയങ്ങളിലാണ്. ഒന്നുകിൽ എൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം കേട്ടോ. ഡെയിലി ഒന്നും മടി വരുന്ന ഒരാളല്ല. എനിക്കിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. പക്ഷെ ഭയങ്കര സംസാരം ഭയങ്കര കുറവാണ്. പണ്ടത്തെ പോലെ ഭയങ്കര സംസാരമൊന്നുമില്ല. പണ്ടും ഞാൻ ഭയങ്കര സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഇടയിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ നന്നായി സംസാരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് കമ്മിയാണ് കേട്ടോ. കാരണം അത് മതി, എത്ര സംസാരിച്ചാൽ മതി എന്നുള്ളൊരു കാരണമാണ്. നമ്മൾ ഓവറായിട്ട് സംസാരിച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നു നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എൻ്റെ ബ്ലോഗിലാണ് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും എഗ്ഗ് അടിയിൽ വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടി കുക്കറിലെല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ ഈസി കുക്കിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കി. പക്ഷേ എഗ്ഗിൻ്റെ കോല ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടിപൊളി ലുലുവിൽ നല്ല തിരക്കാണ്. പാലക്കാട് എവിടെയാണ് വീട് എന്ന്, കഞ്ചിക്കോട് ലുലുവിൽ നല്ല തിരക്കായിരുന്നു. 3-4 ദിവസമായിരുന്നു അല്ലേ ഓഫർ, നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഹായ് ജിനി സുഖമാണോ? നമ്മൾ സൺഡേ പോയതാണ് കേട്ടോ ലുലുവിൽ. പിന്നെ ഹായ് ജിനിത്ത, വീഡിയോ സൂപ്പറാണ്, എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ ലുലുവിൽ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ലുലുവിലും ഈ ഓഫർ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. താത്തയും എറണാകുളത്താണ്, അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പർ വ്ളോഗ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. നോക്കിയേ, എഗ്ഗ് ഒരെണ്ണം മൊത്തം പൊട്ടിയില്ലേ. പിന്നെ ഞാൻ അതിന്ന് കംപ്ലീറ്റ് എടുത്തിട്ട് വേറെ വെള്ളത്തിലോട്ട് മാറ്റി വീണ്ടും വേറെ വെള്ളമാക്കി. എന്തോരം പണിയായിരുന്നു എന്നറിയോ. എനിക്കാണെങ്കിൽ അങ്ങനെ എഗ്ഗ് പൊട്ടണത് ഒരുമാതിരിയാണ്, ഇഷ്ടമല്ല. അങ്ങനെ പറന്നിങ്ങനെ നടക്കും. സൂപ്പിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് കടലയും എഗ്ഗുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ വ്ളോഗ് ചേച്ചി. ഹലോ ജിനി ചേച്ചി, ബ്രെഡ് റെസിപ്പി. താങ്ക് യു സോ മച്ച്, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. വിറകടുപ്പ് ഇല്ലേ ഇത്താ ചോദിക്കുന്നുണ്ട്. വിറകടുപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ കത്തിക്കാറില്ല. ഇവിടെ ഉമ്മ തന്നെ കത്തിച്ചിട്ടില്ല, പിന്നെ ഉണ്ടോ ഞാൻ, അതായത് ഞാൻ ആ ജനറേഷൻ്റെ ഇത് പറഞ്ഞതാട്ടോ. ഉമ്മ എത്ര വർഷമായിട്ട് പണ്ടൊക്കെ മണ്ണെണ്ണ സ്റ്റൗ ആയിരുന്നു തോന്നുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് ഗ്യാസിലോട്ട് മാറ്റി. ഉമ്മ അങ്ങനെ പറയും, ഫസ്റ്റ് സിലിണ്ടർ അവരാണത്രേ, ഫ്രണ്ട്സുകളുടെ ഇടയിൽ ഇവരാണത്ര വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു അത്ര സിലിണ്ടർ യൂസ് ചെയ്യണത് കാണുമ്പോൾ. പൊട്ടിത്തെറിക്കോ എന്നുള്ള പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അത്ര. പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാട്ടോ. പിന്നെ ഉമ്മേനെ അടുപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കും അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നാൽ യൂസ് ചെയ്യാണ്ടിരിക്കില്ല കേട്ടോ, യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലതും ആയി പോകില്ലേ. ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നേ, അത്രയേ ഉള്ളൂ. മണ്ണെണ്ണയൊക്കെ ഇട്ട് കത്തിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കത്തിക്കാൻ കുറച്ച് പ്രയാസമാണ്. പേപ്പറും മണ്ണെണ്ണയും തീപ്പെട്ടിയൊക്കെ കണക്കിന് വേണ്ടി വരുന്നു മാത്രം. പിന്നെ ജിനി വാങ്ങിയ പത്തിരി പത്തിരി തവ ഞാനും വാങ്ങി. അടിപൊളിയാ, 6 മാസം കഴിഞ്ഞു, നല്ല വെയിറ്റാണ് എന്ന്. അത് പത്തിരി തവയാണോ? ദോശത്തവയല്ലേ? ഞങ്ങൾ ദോശത്തവ എന്നാണ് പറയുന്നത് കേട്ടോ. പത്തിരി ചുട്ട് പിന്നെ ദോശയിൽ ചുടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഫസ്റ്റ് മീനാണ് വറുത്തത്. അല്ല, ഞാനൊരു ബ്രെഡ് ടോസ്റ്റ് കേട്ടോ ചെയ്തത്. പിന്നെ കുറേ ഹായ് ഉണ്ട്, ഹലോ ഉണ്ട്, അങ്ങനെ പല കമൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് FBയിൽ എന്തെല്ലാം കമൻറ്റ് ഉണ്ട് നോക്കാം അല്ലേ. ഞാനിതാ വേഗം പോയിട്ട് അടിച്ചു വാരലൊക്കെ നടത്തുക കേട്ടോ. ബാക്കിൽ അത്യാവശ്യം ഇതുണ്ടാവാറുണ്ട്, ഇലകൾ വീഴാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് അടിച്ചു വാരലൊക്കെ നടത്തിയത്. പിന്നെ ട്രൂത്ത് എന്ന് പറയുന്നുണ്ട്, ഓഫറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ. 1 മന്ത് 50,000 മതിയോന്ന്, 5K മതിയോ എന്നാണോ ചോദിക്കുന്നത്, അതോ 5,000 മതിയോ എന്നോ എനിക്കറിയില്ല. നിങ്ങൾക്ക് ഫുഡിന് മാത്രം എന്ന്, ഫാമിലി അല്ലേ നിങ്ങൾക്ക്
ഓക്കെ, എയർഫോഴ്സ് ക്യാൻറ്റീൻ ഐറ്റം വാങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ക്യാൻറ്റീൻ ഐറ്റം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ചേഞ്ചാണ്. പക്ഷേ കൊറോണയ്ക്ക് ശേഷം നമ്മൾ പിന്നെ ആ കാർഡ് പുതുക്കാനും ഒന്നിനും നമ്മൾ പോയില്ല. ഇവിടുന്ന് കുറച്ച് ദൂരമാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്യാൻറ്റീൻ ഐറ്റം ഫ്രഷ് ആയിരിക്കും, പുതുതായിരിക്കും, നല്ല പൈസക്ക് നല്ല കുറവും ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ എപ്പോഴും സാധനങ്ങൾ നിറഞ്ഞിരിക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ പോവാറില്ല. പിന്നെ ഓക്കെ ഞാൻ ആണ് ജിനി പറഞ്ഞപ്പോൾ നെഹ്റു ആണെന്ന് കേട്ടത്. ഓക്കെ, നെഹ്റു അല്ല കേട്ടോ മുത്തേ. പിന്നെ നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് മുത്തേ, ചെയ്യാണ്ടിരുന്ന ഒരുമാതിരിയാണ്. പിന്നെ സൂപ്പർ വീഡിയോ ജിനി മോളെ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. മെലിഞ്ഞല്ലോ, താങ്ക് യു. വെയിറ്റ് എത്ര പറഞ്ഞല്ലോ മുത്തേ, 68 കിലോ. ഇപ്പോൾ 65 ആക്കട്ടെ ആദ്യം. പിന്നെ ഇല്ലെങ്കിലും പോണം അല്ലെങ്കിലും പോണം. അല്ലെങ്കിലും പോണം എന്ത് മനസ്സിലായില്ല. സൂപ്പർ വീഡിയോ. ഡ്രസ്സ് പുതിയതായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫിഷ് കറി ഫ്രൈ സൂപ്പർ. താങ്ക് യു ഹരിത. ഡ്രസ്സ് പുതിയതാണോ ചോദിച്ചാൽ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കളറ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് അത് ഇനി കൂടുതൽ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ അതിടുമ്പോൾ. അതുകൊണ്ട് പിന്നെ ഇട്ടു ഞാൻ കുറേ. എപ്പോഴും ഇങ്ങനെ തന്നെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ സൂപ്പർ തംസപ്പ് ഉണ്ട്, ലവ് ഉണ്ട്, അങ്ങനെ പല പല കമൻസും ഉണ്ട്. ഞാൻ FBത്തെ ഇതിന് ലൈക്കും റിപ്ലൈയും കൊടുത്തിട്ടില്ല. ലൈക്കെങ്കിലും കൊടുക്കട്ടെ. റിപ്ലൈ പിന്നെ നമ്മുടെ വ്ളോഗിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ രണ്ടാമത്തെ വാഷിങ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് വാഷിങ്ങിന് തുണികളൊക്കെ ഒന്ന് തോരയിടുകയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കണം. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ് കേട്ടോ ഇത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കാൻ കൊതിയായി. പക്ഷേ ഇത് ചിക്കനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര വെറൈറ്റി ആയിരിക്കും. അങ്ങനെ ബദാമും ക്യാഷ്യും കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ സോയ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുതിർത്തിയ ബദാമും ക്യാഷ്യും ഞാനൊന്ന് അരച്ചും കൂടെ വെച്ചിട്ടുണ്ട്. സോയ ഇതുപോലെ പിഴിഞ്ഞെടുക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. വേവിച്ചിട്ടാണ് ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചത്. ഇനി മസാല ഉണ്ടാക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട്. ഇനി അതിലോട്ട് 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണോളം മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും വലിയൊരു കയ്യിൽ തൈരും പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും മല്ലിയില കറിവേപ്പിലേക്ക് കൊത്തി അരിഞ്ഞതും ഇച്ചിരി ഞാൻ കസൂരി മെത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ വക ചേർത്തിയതാണ്. ഇനി ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാല മിക്സ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു മൊഞ്ചാണ് നോക്കിയേ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇടാം, ഫിഷ് ഇടാം, ഒക്കെ ഇടാം. ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ ഇതായിരുന്നു, അപ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം എന്നറിയോ, ഇതൊന്ന് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു മസാലയും കൂടി റെഡിയാക്കണം. അതായത് ചട്ടി വെച്ച് കൊടുക്കുക, എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയുള്ളി, ഒരു പച്ചമുളക്, തേങ്ങാക്കൊത്ത്, അതുപോലെ കറിവേപ്പില ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആയി വരട്ടെ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല കൂട്ടി വെച്ച് നമ്മുടെ സോയ ഇതിലോട്ട് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഞാൻ ആ പാത്രം കൂടെ ഒന്ന് ചുഴറ്റി വെള്ളത്തോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ കേട്ടോ, നന്നായി വെന്ത് വരട്ടെ. അടച്ച് വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി ചോറിന് അരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വെക്കണം. ഞാൻ ഈസി കുക്കിൽ തന്നെയാണ് ചോറ് വെക്കുന്നത്. എന്തോ ഭാഗ്യവശാലാണ് എനിക്ക് ഇത്രയും ദിവസം ഇത് എത്തിക്കിട്ടിയത് കേട്ടോ സ്റ്റൗവ്. ഞാനിതാ 1 സ്പൂൺ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് കുക്കർ എന്നുള്ള ഓപ്ഷനിലാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട്. ഇടക്ക് ഇളക്കി കൊടുത്തോ. നോൺ സ്റ്റിക്ക് പോട്ടല്ലല്ലോ, മൺചട്ടിയല്ലേ, അതുകൊണ്ട് ഓപ്പണാക്കുക, ഇളക്കി കൊടുക്കുക. ദാ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് മല്ലിയില, കസൂരി മേത്തിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് വന്നത് കേട്ടോ. ശരിക്കും അന്തം വിട്ടു. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ഇന്ന് എന്തായാലും എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങളെ ഇടും. അത്രയും സന്തോഷമുണ്ട്. നമ്മുടെ പുതിയ അതിഥി വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ പൂമാലയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സ്വീകരിക്കട്ടെ ചോദിച്ചിട്ടോ. കാരണം കാത്തു നിന്നതല്ലേ. ശരിക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ സിലിണ്ടർ എത്തിയപ്പോൾ. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി നമ്മുടെ വ്ളോഗ്. പക്ഷെ ഞാനിതിൽ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 2-3 റെസിപ്പിയും കൂടി കേട്ടോ.
ഒന്ന് ലെങ്ത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയേ ഉള്ളൂ. ഒന്ന് ലഞ്ച് ബോക്സും പിന്നെ ഒന്ന് നമ്മുടെ മഷ്റൂമിൻ്റെ സംഭവം കേട്ടോ. എനിക്കെന്തോ ഇങ്ങനെ ഇരുന്നപ്പോഴേ കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കുകയല്ലേ, തല കറങ്ങി. അപ്പോൾ ഞാൻ ബാക്കി മ്യൂസിക് ഇട്ടിട്ട് വിടുകയാണ് മുത്തുമണീസ്. നമ്മുടെ വ്ളോഗ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബൈ, ടേക്ക് കെയർ.